മക്കയിലെ കാഴ്ബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ. ഹുബൽ, അല്ലാത്ത്, അൽ ഉസ്സ. പാറകളും മരങ്ങളും ദൈവങ്ങളായി ആരാധിക്കപ്പെട്ടിരുന്ന കാലം. പക്ഷെ ആ സമൂഹത്തിനിടയിൽ ഒരുവൻ മാത്രം വ്യത്യസ്തനായിരുന്നു. അബൂബക്കർ അൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജനനനാമം അബ്ദുല്ലാഹ് ഇബ്നു അബി കുഹാഫ. വ്യാപാരത്തിൽ സമ്പന്നൻ, അറബി വംശചരിത്രത്തിൽ പാണ്ഡിത്യം, കവിതയിൽ നൈപുണ്യം. എങ്കിലും ഹൃദയമന്വേഷിച്ചത് സത്യത്തെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുപ്പം പുലർത്തിയവരിൽ ഒരാൾ. സെയ്ദ് ഇബ്ൻ അംർ മക്കയിൽ വിഗ്രഹാരാധനയെ തുറന്നുപറഞ്ഞ് എതിർത്തിരുന്നു. ഒരു പ്രവാചകൻ വരും. അറേബ്യൻ സമൂഹത്തിൽ ആ പ്രതീക്ഷ നിലനിന്നിരുന്നു. ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന യുവാവ് അബൂബക്കർ സത്യത്തിന്റെ വെളിച്ചം ഉദിക്കാനൊരുങ്ങുകയായിരുന്നു. മക്കയിൽ ഒരു വാർത്ത തീപിടുത്തം പോലെ പടർന്നു. മുഹമ്മദ് നബി പ്രഖ്യാപിച്ചു, ഞാൻ അല്ലാഹുവിന്റെ ദൂതൻ. മക്കയിലെ നേതാക്കൾ പരിഹസിച്ചു. അവരിൽ പ്രധാനി അബൂജഹൽ. അവൻ അബൂബക്കറിനോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ പ്രവാചകനാണത്രേ. അബൂബക്കറിന്റെ മറുപടി ചരിത്രത്തിലെ അമരവാക്ക്. അദ്ദേഹം പറഞ്ഞാൽ അത് സത്യം. ഇത് അന്ധവിശ്വാസമല്ല, 40 വർഷത്തെ വ്യക്തിത്വ പരിശോധനയുടെ ഫലം. അദ്ദേഹം ഉടൻ പോയി നബിയെ കണ്ടു. ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം കേട്ടു. പിന്നീട് പ്രഖ്യാപിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പുരുഷന്മാരിൽ ആദ്യ വിശ്വാസി, ഇസ്ലാമിന്റെ ആദ്യ സാമൂഹിക ശക്തി. അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഒരു മനുഷ്യന്റെ ഉറച്ച വിശ്വാസം ലോക ചരിത്രം മാറ്റിയ മഹാവിപ്ലവം.